കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഈ രാത്രികാലവും ആയിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുവദിച്ചല്ലോ. പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ കർത്താവ് പ്രവർത്തിച്ചതിനായിട്ട്, പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നാം എല്ലാ തിങ്കളാഴ്ചയും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2 ആഴ്ചകളായി ആരംഭിച്ചതായിട്ടുള്ള കൊലോസ്യർ ലേഖന പഠനമാണല്ലോ തുടരുന്നത്. 1-2 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തെ 2 പദങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുകയുണ്ടായി. കൃപയും സമാധാനവും. കൃപയുടെ പ്രത്യേകതകൾ നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ അല്പമായി ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത് ദൈവകൃപയാൽ മാത്രമാണ്. ഈ ലേഖനത്തിൽ തന്നെ 13 പ്രാവശ്യം കൃപ എന്ന വാക്ക് ആവർത്തിക്കുന്നുണ്ട്. അനർഹമായ കരുണയാണ് കൃപ എന്ന് പറയുന്നത്. യോഗ്യതയില്ലാതിരിക്കുന്ന നമുക്ക് ദൈവം നൽകിത്തരുന്ന കരുണയ്ക്കാണ് കൃപ എന്ന് പറയുന്നത്. പാപികളായ മനുഷ്യരോടുള്ള ദൈവിക പ്രീതിയാണ് കൃപ എന്ന് പറയുന്നത്. അപ്പോൾ യഹോവ കൃപയും മഹത്വവും നൽകുന്നു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. ദൈവകൃപ മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നത് യേശുക്രിസ്തുവിൽ കൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിഷയം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. നാം രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയാല്. എഫേസ്യർ 2:8. നാം നീതീകരണം പ്രാപിക്കുന്നത് ദൈവകൃപയാല്. റോമർ 5:1 വാക്യം. അതുപോലെ തന്നെ റോമർ 3:23. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ശിക്ഷയും കൃപയാലാണ് എന്ന് ഓർക്കുവാൻ കഴിയും. കൃപയാൽ ദൈവം നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു. തീത്തോസ് 2-ാം അധ്യായം 11, 12, 13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസി ദൈവകൃപയിൽ നിലനിൽക്കണം. നമുക്കറിയാം, സുവിശേഷ പ്രവർത്തനങ്ങളുടെ സഫലത കൃപയാലാണ് സാധ്യമാകുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. മാത്രമല്ല യാക്കോബ് 4:6-ലും 1 പത്രോസ് 5:5-ലും നമ്മൾ വായിക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു എന്ന്. താഴ്മയുള്ളവർക്ക് ദൈവം നൽകുന്ന ഒന്നാണ് കൃപ എന്ന് പറയുന്നത്. വിശ്വാസികളുടെ വാക്കുകൾ കൃപയോടുകൂടിയതായിരിക്കട്ടെ എന്ന് എഫേസ്യർ 4:29-ലും പഠിക്കാൻ പോകുന്ന കൊലോസ്യ ലേഖനത്തിലെ 4-ാം അധ്യായം 6-ാം വാക്യത്തിലും വായിക്കുന്നു. 2 പത്രോസ് 3:18-ൽ നമ്മൾ വായിക്കുന്നത്, ദൈവമക്കൾ കൃപയിൽ വളരണം. കൃപയിൽ വളരണമെങ്കിൽ ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കണം. അപ്പോഴാണ് ദൈവകൃപ നമുക്ക് അനുഭവവേദ്യമായി തീരുവാനായിട്ട് സാധിക്കുന്നത്. പാപം പെരുകിയ ഇടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറയുന്നു റോമാലേഖനം 6-ാം അധ്യായം 11-ാം വാക്യത്തില്, എന്നാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയും അരുത്. മനസ്സിലായോ? അവിടെ പറയുന്നത് പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു, എന്നാൽ കൃപ പെരുകേണ്ടതിന് പാപം വർദ്ധിക്കുവാൻ, പാപത്തിൽ തുടരുവാൻ പാടില്ല എന്ന വാണിംഗ് അവിടെ നമുക്ക് നൽകുന്നു. യൂദയുടെ ലേഖനം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ കൃപയെ ദുഷ്പ്രവർത്തികൾക്ക് ഹേതുവാക്കരുത് എന്ന് അവിടെ നമ്മൾ വായിക്കും. അപ്പോൾ ഈ മുഖാന്തരങ്ങൾ, ഈ മുന്നറിയിപ്പുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവകൃപയുടെ പ്രാധാന്യത്തെ നമുക്ക് ഓർക്കുവാൻ സാധിക്കും. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യമാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക. അപ്പോൾ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലുന്നത് എന്തിനാണ്? തൽസമയത്ത് കരുണ ലഭിപ്പാനായിട്ട്, തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനായിട്ട്. അവിടെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ ദൈവസ്ഥാനിലേക്ക് വരുന്നതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, സൂക്ഷിക്കുന്ന കൃപ, രക്ഷിക്കുന്ന കൃപ, അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നുള്ള സമാധാനം, ദൈവത്തോടുള്ള സമാധാനം.
ഈ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്പം വിശദമായിട്ട് ഓർത്തതാണല്ലോ. അവിടെ ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. അവരുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ സമാധാനം വാഴണം എന്ന് പറയും. നമുക്കറിയാം, ഇളകി മറിയുന്ന ഈ ലോക സാഹചര്യത്തിൽ നമുക്ക് നിലകൊള്ളുവാനായിട്ട്, അചഞ്ചലമായി നിലകൊള്ളുവാൻ കഴിയണമെങ്കിൽ അത് ദൈവിക സമാധാനത്തിലേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം, കൃപയും സമാധാനവും എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായി പറയുന്ന ഒരു വിഷയമാണ്. ഇങ്ങനെ നമുക്കവിടെ ചിന്തിക്കുവാൻ കഴിയും. കൃപ പാപ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയ ശേഷം മാത്രമാണ് സമാധാനം നന്മയിലേക്ക് പകരപ്പെടുന്നത്. കൃപ പാപ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയ ശേഷം മാത്രമാണ് സമാധാനം നന്മയിലേക്ക് പകരപ്പെടുന്നത്. ഇവ രണ്ടും പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നുമാണ് ലഭിക്കുന്നത് എന്നാണ് നമ്മൾ 2-ാമത്തെ വാക്യത്തില് വായിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ കൃപയും സമാധാനവും വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, അനുദിന ജീവിതത്തിൽ വൈതരണികളും പ്രതിസന്ധികളെയും തരണം ചെയ്യുമ്പോൾ കൃപയും സമാധാനവും നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അപ്രകാരം നഷ്ടമാകുന്ന സമാധാനമുണ്ടെങ്കിൽ, അപ്രകാരം നഷ്ടമായി പോകുന്ന കൃപയുണ്ടെങ്കിൽ, ഉടനെ തന്നെ വിശ്വാസി യഥാസ്ഥാനപ്പെട്ട് ആ ദൈവകൃപയിലേക്കും ദൈവിക സമാധാനത്തിലേക്കും മടങ്ങി വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ദൈവിക സമാധാനവും വിശ്വാസിയുടെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കേണ്ടതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ആകയാൽ പൗലോസ് അപ്പോസ്തലന്റെ ഈ പ്രത്യേകമായിട്ടുള്ള ഈ 2 വാക്കുകൾ പൊതുവായി തന്റെ ലേഖനങ്ങളിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ലേഖന മുഖവരയായ ഈ 2 വാക്യങ്ങളിൽ 2 എന്ന വിഷയങ്ങൾ 7 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വാക്യങ്ങളും നമ്മൾ അല്പം വിശദമായി പഠിക്കുന്നതിന്റെ കാരണം ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ അർത്ഥ പൂർണ്ണതയുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് കൃപയും സത്യവും എന്ന വാക്ക് നമ്മൾ ചിന്തിച്ചു. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ്. എന്നിവിടെ മനസ്സിലാക്കേണ്ടത്, ഈ 2-ാമത്തെ 1-2 വാക്യങ്ങളിൽ 7 കാര്യങ്ങൾ, 2 കാര്യങ്ങളെ ചേർത്ത് പഠിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകാം. ഒന്ന്, പൗലോസിന്റെ ശുശ്രൂഷ പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും ബന്ധപ്പെട്ടതായിരുന്നു. ഇങ്ങനെ 2 ബന്ധങ്ങൾ ഇല്ലേ? ആദ്യ വാക്യങ്ങൾ വായിച്ചു. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ ദൈവ ഇഷ്ടത്താലും പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും ബന്ധപ്പെട്ടതായിരുന്നു തന്റെ ശുശ്രൂഷ. രണ്ടാമത് കാണുന്നത്, ഈ ലേഖനം എഴുതുന്നത് 2 പേരാ. ആരൊക്കെയാ? പൗലോസും തിമത്തിയോസും കൂടി ചേർന്നായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, വായിച്ചല്ലോ, നമ്മൾ വായിച്ചതാണല്ലോ. അവിടെ വായിച്ചു, പൗലോസും സഹോദരനായ തിമത്തിയോസും. 2 കാര്യങ്ങൾ, 2 പേര്. 3, ലേഖനം വായിക്കുന്ന വിശ്വാസികൾ 2 മണ്ഡലങ്ങളിലാണ്. ഒന്ന് കൊലോസിയിൽ, മറ്റൊന്ന് ക്രിസ്തുവിൽ. അത് നമ്മൾ ആ വാക്യത്തിൽ വായിച്ചു. അപ്പോൾ ഈ ലേഖനം കൊടുക്കുന്നത് ആർക്കാണ്? കൊലോസ്യക്കാർക്കാണെങ്കിലും ഇത് ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് നൽകുന്ന ഒരു ലേഖനം കൂടെയാണ് എന്നവിടെ വ്യക്തമായി ഓർമ്മപ്പെടുത്തി. 4-മതായിട്ട് കാണുവാൻ സാധിക്കുന്നത്, അവരെ വിശുദ്ധന്മാരെന്നും സഹോദരന്മാരെന്നും അഭിസംബോധന അല്ലെങ്കിൽ 2 വിശേഷണ നാമങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്നു. വിശുദ്ധന്മാരെന്നും അതുപോലെ തന്നെ സഹോദരന്മാർ എന്ന്. 2, പിന്നെ 5-മതായിട്ട് വായിച്ച് ചിന്തിക്കുന്നത് കൃപയും സമാധാനവും. അത് 2 സൽഗുണങ്ങൾ ആശംസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. 6-മതായി പിതാവായ ദൈവം പുത്രനായ ക്രിസ്തു എന്ന 2 വ്യക്തികളിൽ നിന്നുമാണ് അനുഗ്രഹങ്ങൾ ആശംസിച്ചിരിക്കുന്നത്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു. 7-മതായി താൻ പറയുന്നത് എന്താണ്? തന്നെ കുറിച്ച് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ അപ്പോസ്തലനാണെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ സഹോദരനാണ്. ഈ 2 കാര്യങ്ങളാണ് ഈ 2 വാക്യങ്ങളിൽ 2 എന്നതായ 7 വിഷയങ്ങൾ നമുക്ക് ഒന്ന് ഓടിച്ച് ചിന്തിക്കുവാനായിട്ട് സാധിച്ചല്ലോ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ 1-2 വാക്യങ്ങൾ ഈ ലേഖനത്തിന്റെ മുഖവരയാണ്. മുഖവര കഴിഞ്ഞു. ഇനിയും ആശയങ്ങളിലേക്ക് അല്ലെങ്കിൽ ശരിക്കും വലിയ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ക്രിസ്തു
തലയായിരിക്കുന്നു, ക്രിസ്തു സകലത്തിനും മുന്നമേ ആയിരിക്കുന്നവൻ എന്നുള്ളതായ ആ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ക്രിസ്തു സകലത്തിനും മുമ്പനായിരിക്കുന്നു, ക്രിസ്തുവാണ് തല എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അതാണ് ഇനിയുള്ളതായ വാക്യങ്ങൾ. 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് അവിടെ കാണുവാൻ സാധിക്കുന്നത്, നമുക്കതിനെ ഇങ്ങനെ പറയുവാൻ സാധിക്കും: കൊലോസിയിലെ വിശ്വാസികളെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിനെ പറ്റി ഈ ലേഖനത്തിൽ തന്നെ 4 അധ്യായങ്ങളിലും താൻ പറയുന്നുണ്ട്. എന്താണ്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കാര്യം. ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ 4 അധ്യായങ്ങളിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 1-ാം അധ്യായം 12-ാം വാക്യം, 13-ാം വാക്യം, 2-ാം അധ്യായം 7-ാം വാക്യം, 3-ാം അധ്യായം 15-ാം വാക്യം, 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഇവിടെ എല്ലാം പറയുന്നത് ശരിക്കും 4 തരത്തിൽ 4 അധ്യായങ്ങളിലും സ്തോത്രം ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഉദാഹരണത്തിലേക്ക് ഞാൻ ശ്രദ്ധ കൊണ്ടുവരാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ധൂപവർഗത്തിന്, നമ്മൾ സമാഗമന കൂടാരം പഠിച്ചതാണല്ലോ, ധൂപവർഗത്തിന് 4 ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ 4 ഘടകങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇവിടെ ഇതാ ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലും 4 ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അത് താൻ ഓർക്കുന്നത് 1 തിമോഥെയോസ് 2-ാം അധ്യായം 2-ാം വാക്യത്തിലും താൻ പറയുന്നുണ്ട്: യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം. അപ്പോൾ യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും അടങ്ങുന്നതാണ് ഈ ഘടകങ്ങൾ എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നത് കൃതജ്ഞതയുടെ പ്രതിഫലനമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ദുർഗുണങ്ങളിൽ ഏറ്റവും വലിയത് എന്ന് പറയുന്നത് കൃതജ്ഞത, സൽഗുണങ്ങളിൽ ഏറ്റവും വലിയത് കൃതജ്ഞത എന്നാണ്. എന്നുവെച്ചാൽ മറന്നുപോകുന്നതും നന്ദി പറയുന്നതും ചിലപ്പോൾ നമ്മൾ മറന്നു പോകാറുണ്ട്, അല്ലേ? എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇവിടെ ഇതാ പിതാവും പുത്രനും 2 വ്യക്തികൾ എന്നതും ഈ ഭാഗത്ത് തെളിയിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, പ്രാർത്ഥന ആയിരുന്നു പൗലോസ് അപ്പോസ്തലന്റെ ലക്ഷ്യം. മാത്രമല്ല ജീവിത വിജയ രഹസ്യവും അത് തന്നെ ആയിരുന്നില്ലേ? പൗലോസ് എഫെസോസിലെ വിശ്വാസികളെ ഓർത്തും കൊലോസിലെ വിശ്വാസികളെ ഓർത്തും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെ നമുക്ക് വായിക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് താൻ പറയുന്നുണ്ട് എഫെസ്യർ 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ എന്ന് എഫെസ്യ ലേഖനത്തിൽ താൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ്. ആ പ്രാർത്ഥനയെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് കൊലോസ്യ വിശ്വാസികളെ കുറിച്ചുള്ളതായ പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണ്. ഇവിടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ലഭിക്കുവാനായിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴും എന്തുണ്ട്? സ്തോത്രമുണ്ട്, നന്ദിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നവരാകണം. പ്രത്യേകിച്ച് ഇവിടെ വിശ്വാസികളുടെ സൽസ്വഭാവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രത്യേകത പൗലോസ് പല ലേഖനങ്ങളിലും കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, പൗലോസ് ദുരുപദേശത്തിൽ അടിമകളായിരിക്കുന്നവരെ നിശ്ചിതമായി വിമർശിച്ച് അവരെ ശക്തമായി അവർക്ക് വേണ്ടുന്ന താക്കീത് നൽകുമ്പോൾ തന്നെ വിശ്വാസികളുടെ ജീവിതത്തെ ഓർത്ത്, വിശ്വാസികളുടെ പ്രാർത്ഥനയെ ഓർത്ത്, വിശ്വാസികളുടെ മാതൃകയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാണ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇതാ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ ഈ മുഖവര കഴിഞ്ഞ് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം ചെയ്തത് എന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ വാക്യങ്ങളിലേക്ക് പോകാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതലുള്ളതായ ചില വാക്യങ്ങൾ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾക്ക് മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ വാക്യം പ്രത്യേകിച്ച് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. നമ്മൾ പറയും പൗലോസിന്റെ ലേഖനങ്ങളിൽ ഒരു പ്രത്യേകതയുള്ളത് ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ ചില വാക്യങ്ങൾ അങ്ങ് പറയും. കോമ പോലും ചിലപ്പോൾ കാണത്തില്ല. അങ്ങനെ ഒരു വാക്യമായി ഇവിടെ നമ്മൾ വായിച്ചത്. ഇവിടെ കോമ ഇട്ടിട്ട് 3 വാക്യങ്ങൾ ചേർത്ത് പറയുക, 3, 4, 5 വാക്യങ്ങൾ. ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊലോസ്യ വിശ്വാസികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന പൗലോസ് അപ്പോസ്തലനെ നമ്മൾ കാണുകയാണ്. ഇവിടെ ഒറ്റ വാക്കിൽ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞാൽ, സഭയുടെ ഗുണങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം ഈ വാക്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാൻ പോകുന്നത്. ഇന്നതിന്റെ അല്പം ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ സമയമുള്ളല്ലോ. ഇവിടെ പറയുന്നത് എന്താണ്? സഭയുടെ ഗുണങ്ങൾ എന്തൊക്കെയാ? വായിച്ചതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, വചനത്തിൽ വേരൂന്നിയിരിക്കുക, ദൈവകൃപ അനുഭവിച്ചറിയുക, ഫലം കായ്ക്കുക. ഈ 6 കാര്യങ്ങളാണ് പൗലോസ് ഈ വിഷയങ്ങളിൽ പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, വചനത്തിൽ വേരൂന്നിയിരിക്കുന്ന അനുഭവം, ദൈവകൃപ അനുഭവിച്ച് അറിയുന്നതായിട്ടുള്ള അനുഭവം, ഫലം കായ്ച്ച് നിലനിൽക്കുന്നതായിട്ടുള്ള അനുഭവം. ഈ വിഷയങ്ങളാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഒന്ന് നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസം. അപ്പോൾ വിശ്വാസത്തിനാണ് പൗലോസ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രമാണ് എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? ആത്മരക്ഷയുടെ നിദാനം എന്ന് പറയുന്നത് ക്രിസ്തുവേശുള്ള വിശ്വാസം. അവരുടെ വലിയ വിശ്വാസമെന്നോ അസാധാരണ വിശ്വാസമെന്നോ ഇവിടെ പറയുന്നില്ല. വിശ്വാസം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇവിടെ നമുക്കറിയാം, രക്ഷാകരമായ വിശ്വാസത്തിന്റെ അളവ് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. അപ്പോൾ അവരുടെ വിശ്വാസം, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമായിരുന്നു വിശ്വാസം വർദ്ധിച്ച് കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, വിശ്വാസത്തിന്റെ വലിപ്പം വിശ്വാസത്തിന്റെ വിഷയത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എന്ന് വെച്ചാൽ സൽക്കർമ്മങ്ങൾ മൂലമല്ല, വിശ്വാസത്താൽ അത്രേ ഒരു പാപി നീതീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ വായിച്ച വാക്യമാണ് റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടത് വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തെ താൻ ഇവിടെ ഓർക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ കൊലോസിലെ വിശ്വാസികളുടെ ജീവിത മാതൃകയിൽ അവരുടെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ, അവരെ പ്രാർത്ഥനയിൽ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ ഒന്നാമതായിട്ട് ഓർത്തത് അവരുടെ വിശ്വാസത്തിന്റെ അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ കണ്ടിട്ട് ചിലർക്കെങ്കിലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ചില രോഗങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില വേദനകൾ, ചില താഴ്ചകൾ, വീഴ്ചകൾ, കഷ്ടങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയുന്ന വിശ്വാസിയാണ് നമ്മൾ എന്ന് പറയുവാൻ കഴിയുമോ? അനേക ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. വിശ്വാസത്തിന്റെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടെ, വിശ്വാസത്തിന്റെ അഗ്നി പരിശോധനകൾ വരുമ്പോൾ വിശ്വാസിയാണ് നമ്മൾ എന്നും, നമ്മുടെ വിശ്വാസം വലിയതാണെന്നും നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യമുള്ളതാണ് എന്ന് മറ്റുള്ളവർക്ക് പറയുവാനായിട്ട് കഴിയുന്നുണ്ടോ? അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, അതുപോലെ ദാനിയേലിന്റെ പ്രവചനത്തിലെ പുസ്തകം മുഴുവനായിട്ട് പഠിച്ചാൽ നമുക്കറിയാം, ഇവരുടെ ജീവിതത്തിൽ വിശ്വാസം എന്താണെന്ന് അവർ പ്രകടിപ്പിച്ചു. എപ്പോഴാണ് പ്രകടിപ്പിച്ചത്? പ്രതിസന്ധി വന്നപ്പോഴാ, പ്രശ്നം വന്നപ്പോഴാ, ചോദ്യങ്ങൾ വന്നപ്പോഴാ, അഗ്നി പരിശോധന വന്നു, സിംഹക്കുഴിയിലേക്ക് വീഴപ്പെട്ടു, അതുപോലെ തീച്ചുളയിലേക്ക് അവർ കടന്നു പോവുകയാണ്. അതിന്റെ എല്ലാ മധ്യത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടില്ല. വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവരുടെ വിശ്വാസം മാതൃകയുള്ളതും അവരുടെ വിശ്വാസം പ്രത്യേകതയുള്ളതാണെന്നും പറയുവാൻ നമുക്ക് കഴിയും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം എങ്ങനെയുണ്ട്? വിശ്വാസത്തിന്റെ പരിശോധന വന്നപ്പോൾ, തകർന്നടിഞ്ഞു പോകുവാൻ സാധ്യത വന്നപ്പോൾ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, മകനെ ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ യാത്ര ചെയ്ത്
ദൈവ പ്രവൃത്തി ആ മലയുടെ മുകളിൽ കാണുവാനായിട്ട് സാധിച്ച ആ വിശ്വാസം, ഇതല്ലേ യഥാർത്ഥ വിശ്വാസം. ഇയ്യോബ് കഷ്ടതയുടെ പാരമ്യത്തിൽ എത്തിയിരിക്കുമ്പോൾ തന്റെ സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവത്തെയും തള്ളിപ്പറഞ്ഞ് ചത്തുകൂടെ എന്ന് ചോദിക്കുമ്പോഴും അവന്റെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ അവൻ തളർന്നു പോയില്ല. ജോസഫ് തന്റെ ജീവിതത്തിൽ പരിശോധനയുടെ പടവുകൾ കടന്നു പോകുന്നത് വളരെ ദുർഘട മേടുകളിലൂടെയാണ്. സ്വന്തം സഹോദരന്മാരിൽ നിന്നുണ്ടായ അനുഭവങ്ങളാണ്. അതുപോലെ ചെയ്യാത്ത തെറ്റിന് താൻ ജയിലിലേക്ക് പോകുന്ന അനുഭവം. എന്നാൽ ഓർക്കുക, അവൻ കടന്നുപോയ കഷ്ടതയുടെ പടവുകളിലൊക്കെ അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു, വിശ്വാസം പ്രകടമാക്കി. ഈ പാപം ചെയ്ത് ഞാൻ ദൈവത്തിന് വിരോധമായി ഞാൻ എങ്ങനെ ഈ പാപം ചെയ്യുമെന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന യോസഫിനെ നമ്മൾ കാണുകയാണ്. എന്നാൽ ഓർക്കുക, ജയിലിൽ കിടക്കുമ്പോഴും മറ്റുള്ളവർ അവനെ മറന്നപ്പോഴും യഹോവയായ ദൈവം മറക്കാതെ അവനെ ഉയർത്തി പടിപടിയായിട്ട് ഇതാ പ്രധാനമന്ത്രിയുടെ സീറ്റിലേക്ക് ഉയർത്തി കൊണ്ടുപോകുകയാണ്. പക്ഷെ അങ്ങോട്ട് പോയത് ഈസി ആയിട്ടല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്, വിശ്വാസത്തിന്റെ പരിശോധന ജീവിതത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ വിശ്വാസിയാണോ, യഥാർത്ഥ വിശ്വാസമുണ്ടോ എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ വിശ്വാസമുണ്ട് എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടണം. നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ പരിശോധന എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, അഗ്നി പരിശോധനയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ പൊന്നുപോലെ പുറത്തു വരുമെന്ന ആശയം. യോബ് അതല്ലേ പറഞ്ഞത്, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്ന്. ഇന്ന് അനേകം വിശ്വാസമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം വിശ്വസിക്കുന്നവർ, എന്തും വിശ്വസിക്കുന്നവർ, അത് ക്രിസ്ത്യാനി എന്നില്ല, അല്ലാത്തവനെന്നില്ല, എന്തിന്റെയും പുറകെ പോകുന്നതായിട്ടുള്ള ഒരു സമൂഹം. എന്നിട്ട് പറയും എല്ലാം വിശ്വാസമാണ്. എന്നാൽ ഓർക്കണം, എന്താണ് യഥാർത്ഥ വിശ്വാസം? യഥാർത്ഥ വിശ്വാസം ജീവനുള്ള ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയമാണ്. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് എങ്ങനെയാണ് അവിടെ വിശ്വാസ വീരന്മാരുടെ പട്ടിക നിരത്തുവാനായിട്ട് അവിടെ അപ്പോസ്തലനായ പൗലോസിന് സാധിച്ചത്. അവരുടെ വിശ്വാസം കണ്ടിട്ട് തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസം നമ്മൾ മാതൃകയായി പറയുന്നെങ്കിൽ തുടർന്നുള്ള തലമുറകൾ നമ്മുടെ വിശ്വാസത്തെ എത്രമാത്രം അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് കഴിയുന്നു. നാം ചില ലിഖിത ലിപികളിൽ ചില കാര്യങ്ങൾ എഴുതുവാൻ കഴിയണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പരിശോധനയിൽ തളർന്നു പോകാതെ, താളടിയായി പോകാതെ നിലനിൽക്കുമ്പോൾ മാത്രമാണ്. ഇവിടെ ഇതാ കൊലോസ്യ വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ചെയ്യുകയാണ് എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം അങ്ങനെ പറയുവാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മൾ വായിക്കുന്നുണ്ട്, പള്ളിപ്രമാണിയെ കുറിച്ച് വായിക്കുന്ന ഒരു വാക്യത്തിൽ യായിറോസിനെ കുറിച്ച് വായിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെ നമ്മളുണ്ട്, ഇസ്രയേലിൽ കൂടെ ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അതേ വാക്ക് തന്നെ കനാന്യ സ്ത്രീയോട് കർത്താവ് പറയുന്നു, ഇത്ര വലിയ വിശ്വാസം ഞാൻ മറ്റാരിലും കണ്ടിട്ടില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് വിശ്വാസത്തിന്റെ പരിശോധനയിൽ വെളിപ്പെടേണ്ടതായിട്ടുള്ള ഉത്തരം. പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തതുപോലെ തിമോത്തിയോസ് തന്റെ അമ്മയുടെയും വലിയമ്മയുടെയും വിശ്വാസം മാതൃകയാക്കി കൊണ്ടുവരുവാനായിട്ട് സാധിച്ചതിന്റെ കാരണം ആ ഒരു വിശ്വാസം കുഞ്ഞുങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇന്ന് മാതാപിതാക്കന്മാർ നൽകുന്ന വിശ്വാസം കുഞ്ഞുങ്ങളിൽ എത്രമാത്രം ക്രിയ ചെയ്യപ്പെടുന്നു എന്നുള്ളത് പരിശോധിക്കണം കേട്ടോ. ഇന്ന് വിശ്വാസത്തിന്റെ ആഴം തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്തിലും ഏതിലും എവിടെയും വിശ്വസിക്കുന്നത് അല്ല വിശ്വാസം, ജീവിതത്തിൽ കർത്താവിൽ തന്നെ വിശ്വസിക്കുന്നതാകണം വിശ്വാസം. വേറെ എവിടെയും വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പറയുവാൻ കഴിയുന്നത്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമായി ചിലതൊക്കെ ഉണ്ട് എന്ന് ഉൾക്കൊള്ളുവാനായിട്ട്, ഏറ്റെടുക്കുവാനായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പറയുവാൻ കഴിയണം, കർത്താവേ, എന്റെ വിശ്വാസം
ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾക്ക് ഒന്ന് വർദ്ധിപ്പിച്ച് തരണമേ എന്ന്. വിശ്വാസം വർദ്ധിക്കണം. ഈ നാളുകളിൽ പരിശോധനകൾ ഏറി വരുമ്പോൾ, പീഡനങ്ങൾ ഏറി വരുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ, പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിങ്ങളിലുള്ള വിശ്വാസത്തെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ സഹിഷ്ണുതയോടെ, ക്ഷമയോടുകൂടെ നിങ്ങളുടെ വിശ്വാസത്തെ പ്രദർശിപ്പിക്കുവാൻ, പ്രകടമാക്കുവാൻ സൗമ്യതയുടെ ആത്മാവിൽ കഴിയണം എന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പറയുവാൻ കഴിയുമോ? ഇവിടെ വായിച്ചല്ലോ, ക്രിസ്തുവേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ. വേറെ എവിടെയുമുള്ള വിശ്വാസമല്ല, ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെ. ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസം, അതാണ് പ്രത്യേകതയുള്ളത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന്. അതുകൊണ്ട് നമ്മൾ പറയും ക്രിസ്തീയ വിശ്വാസം മാത്രമാണ് സത്യം എന്ന്. ഞാൻ പറയട്ടെ, വേദപുസ്തകം അനുശാസിക്കുന്ന, ദൈവം അരുളി ചെയ്തിട്ട് നൽകിയിരിക്കുന്നതായിട്ടുള്ള ഒരേ ഒരു പ്രമാണം കർത്താവായ യേശു ക്രിസ്തു ഏകരക്ഷകൻ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നുള്ളതാണ്. അത് പ്രത്യേകതയോടുകൂടെ നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും സമർപ്പിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിശ്വാസിയായി, വിശ്വാസം ഉള്ളവരായി നമുക്ക് ജീവിപ്പാനായിട്ട് സമർപ്പിക്കാം. അബ്രഹാമിനെ പോലെ വിശ്വാസികളുടെ പിതാവായി രൂപപ്പെടുവാനായിട്ട്, നമ്മളിലുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുവാൻ, നമ്മുടെ വിശ്വാസം കണ്ട് കർത്താവ് അതിശയിക്കത്തക്ക നിലയിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന്, ഇസ്രയേലിൽ കൂടെ ഇങ്ങനെ ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയത്തക്ക തരത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. ദൈവത്തിന്റെ സ്ഥലം നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം.